Next, let us discuss about accuracy. Accuracy of a measurement is a measure of how close a measured value is to the true value of the quantity. നമ്മൾ മെഷർ ചെയ്തത് ശരിക്കും ഉള്ള ആ ഒബ്ജക്റ്റിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. അതിനോട് എത്രമാത്രം അടുത്താണ് അതിനെ നമ്മൾ ആക്യുറേറ്റ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാൻ കഴിയും ആരോ എറിഞ്ഞ് ആരാണ് ഫസ്റ്റ് ആവുന്നത് എന്ന് നോക്കാറുണ്ട് നമ്മൾ. ഇവിടെ ആരോ എറിഞ്ഞു, ഇതിൽ 1 എന്നുള്ളത് ദാറ്റ് ഈസ് ആ റെഡിൽ ആണ് കൂടുതലും ആരോസ് വന്ന് നിൽക്കുന്നത്. മീൻസ് അത് ആക്യുറേറ്റ് ആണ്. പക്ഷേ നമുക്ക് സെക്കൻഡ് ഫിഗറിൽ കാണാൻ പറ്റും അവിടെ എറിഞ്ഞ ആരോസ് 1, 2, 3 ഇത് എല്ലാ പോയിൻറ്റ്സിലും ഉണ്ട്. അവിടെ ഏതാണോ ആ റെഡിന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് അതായിരിക്കും ആക്യുറേറ്റ് ആയി എടുക്കുന്നത്. ബാക്കിയൊന്നും നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. നെക്സ്റ്റ് വൺ ആണ് പ്രിസിഷൻ, അതായത് കൃത്യമായിട്ടുള്ള വാല്യൂ. ഇറ്റ് ഈസ് to what resolution the quantity is measured or to what limit the quantity is measured. നമുക്ക് accuracy increase ചെയ്യാം. How? By using an instrument of high precision. Then an instrument is more precise ആവണമെങ്കിൽ ഇതിന് ലീസ്റ്റ് കൗണ്ട് ആയിരിക്കണം. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ, അതാണ് ലീസ്റ്റ് കൗണ്ട്. ഇവിടെ ഒരു ബാർ ഉണ്ട്, അതിൻ്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. 32.56 മില്ലിമീറ്ററാണ് അതിൻ്റെ ലെങ്ത്. ഇനി നമ്മളിവിടെ 2 ഡിഫറെൻറ്റ് മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുന്നു. ആദ്യത്തേതിന് 1 മില്ലിമീറ്റർ ആണ് ലീസ്റ്റ് കൗണ്ട്. അത് വെച്ച് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 32 മില്ലിമീറ്റർ ആണ്. അത് നമ്മൾ M1 എന്ന് നോട്ട് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യുന്നു. അതിൻ്റെ റെസൊല്യൂഷൻ 0.1 മില്ലിമീറ്റർ ആണ്, അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട്. അത് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്തപ്പോൾ 32.5 മില്ലിമീറ്റർ ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ M2 എന്ന് ഡിനോട്ട് ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും M1, M2 2 വാല്യൂസ് ഉണ്ട്. അതിൽ ആ ബാറിൻ്റെ അല്ലെങ്കിൽ ആ റോഡിൻ്റെ ഒറിജിനൽ വാല്യൂ 32.56 മില്ലിമീറ്റർ ആണ്, അതാണ് ഒറിജിനൽ ലെങ്ത്. ബട്ട് നമുക്ക് 2 ടേപ്പ് വെച്ചിട്ടും 2 വാല്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് 32 മില്ലിമീറ്ററും ഒന്ന് 32.5 മില്ലിമീറ്ററും. ഇതിൽ 32.5 മില്ലിമീറ്ററാണ് മോർ ആക്യുറേറ്റ്. കാരണം 32.5 ആണ് 32.56 ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളതായിരുന്നു. ലീസ്റ്റ് കൗണ്ട് ഉള്ളതായിരിക്കും മോർ പ്രിസൈസ് എന്ന്. ഇവിടെ രണ്ടാമത്തെ ടേപ്പിനായിരുന്നു ലീസ്റ്റ് കൗണ്ട്. അതിന് 0.1 മില്ലിമീറ്റർ ആയിരുന്നു ഏറ്റവും ചെറിയ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റുന്നത്. അത് വെച്ച് നമുക്ക് മെഷർ ചെയ്തപ്പോൾ ആ റോഡിന് 32.5 മില്ലിമീറ്റർ ആണ് കിട്ടിയത്. സോ അത് മോർ ആക്യുറേറ്റ് ആയി, അതാണ് മോർ പ്രിസൈസ്. ഇനി നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് വെച്ച് മെഷർ ചെയ്താലും അതിന് ചെറിയൊരു വാല്യൂ ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും ഒരു വെർനിയർ കാലിപ്പറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനും ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന 0.01 സെൻറ്റിമീറ്റർ ആണ്. അത് വെച്ച് നമ്മൾ മെഷർ ചെയ്തപ്പോൾ 32.56 മില്ലിമീറ്റർ ആണ് അതിൻ്റെ നമ്മൾ കണ്ട റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഈ വെർനിയർ കാലിബർ വെച്ചപ്പോൾ നമുക്ക് മോർ പ്രിസൈസ് ആയി. സോ നമ്മൾ ആദ്യം കണ്ട 2 സ്കെയിൽ വെച്ചപ്പോൾ നമുക്ക് വാല്യൂസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ ഇതിനെ നമ്മൾ എറർ എന്ന് വിളിക്കും. ദ അൺസർട്ടനിറ്റി
ഇൻ എ മെഷർമെൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് എറർ. അത് എന്ന് പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ആയിരിക്കും. ഇനി എററിനെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സിസ്റ്റമാറ്റിക് എററും രണ്ടാമത്തേത് റാൻഡം എററും. ഈ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലായിരിക്കും. അതായത് ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി ഈ സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാവാൻ ഡിഫറെൻറ്റ് കാരണങ്ങളുണ്ട്. അത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ഇംപെർഫെക്റ്റ് ആയിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് തെറ്റായിരിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് പ്രോസസ്സ് ആയിരിക്കും. ഇത് എല്ലാം സിസ്റ്റമാറ്റിക് എററിന് ഉണ്ടാക്കുന്നു. ഒരു ഇംപെർഫെക്റ്റ് ബാലൻസ് യൂസ് ചെയ്ത് നമ്മൾ ഒരു വെയിറ്റ് എടുത്താൽ അതിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആവും. അത് നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് വിളിക്കുന്നു. അതായത് ഇവിടെ ഇപ്പം ഒരു ബാലൻസ് ഉണ്ട്, ആ ബാലൻസിൻ്റെ നീഡിൽ കാണാൻ പറ്റും, അത് ബെൻഡ് ചെയ്തിട്ടാണ്. സോ ആ നീഡിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ബാലൻസ് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ബാലൻസ് ആണ്. സോ അത് വെച്ച് നമുക്ക് മെഷർമെൻ്റ് എടുത്താൽ തെറ്റായ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇനിയുള്ളത് ഇൻപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്കാണ്. അതായത് നമ്മൾ എക്സ്പെരിമെൻ്റൽ എടുക്കുന്നത് എന്തെങ്കിലും പെർഫെക്റ്റ് ആകാതെ വരുന്നു. എൻ്റെ എക്സാമ്പിളാണ്, ഒരു ഹ്യൂമൻ ബോഡിയിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമോമീറ്റർ സാധാരണയായിട്ട് ആംബിറ്റിൻ്റെ അടിയിൽ വെക്കാറുണ്ട്. ബട്ട് അത് എന്ന് പറയുന്ന ഒരു എറർ ആയിരിക്കും. അത് ആക്ച്വൽ വാല്യൂ, ദാറ്റ് ഈസ് ആക്ച്വൽ വാല്യൂവിനേക്കാളും ലെസ് ദാൻ 1 ആയിരിക്കും കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് പേഴ്സണൽ എറർ ഓർ പാരലാക്സ് എറർ എന്ന് വിളിക്കും. ഇത് നമ്മൾ ആക്ച്വലി ഉണ്ടാവുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ സെറ്റിംഗ് ഓഫ് അപ്പാരറ്റസ് ഓർ ഇൻഡിവിജ്വൽസ് കെയർലെസ്നെസ് ഇൻ ടേക്കിംഗ് ഒബ്സർവേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ സാധിക്കും, നമ്മൾ ഒരു മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് വാല്യൂ മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കണ്ണും ആ ലൈനും തമ്മിൽ കറക്റ്റ് ആയിരിക്കണം. ഒരേ സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ മാത്രമേ ആ വാല്യൂ കറക്റ്റായി വരത്തുള്ളൂ. വേറെ ഡയറക്ഷനിൽ നിന്ന് നോക്കിയാൽ വാല്യൂ ഇൻകറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് റാൻഡം എറേഴ്സ്. റാൻഡം എറേഴ്സ് ആർ എറേഴ്സ് വിച്ച് ഒക്കേഴ്സ് ഇറഗുലർലി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ qualities of measuring person and the care taken in the measuring process ആണ്. നമുക്ക് ലീസ്റ്റ് കൗണ്ട് ഏറ്റവും കുറവുള്ള ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് മെഷർ ചെയ്താൽ പരമാവധി എറേഴ്സ് ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സ്കെയിൽസ് കാണാൻ പറ്റും. അതിൽ 1 സെൻറ്റിമീറ്റർ, 0.5 സെൻറ്റിമീറ്റർ, 0.2 സെൻറ്റിമീറ്റർ, 1 മില്ലിമീറ്റർ ഇങ്ങനെയുള്ള ലീസ്റ്റ് കൗണ്ടുകളാണ് ഉള്ളത്. നമുക്കറിയാൻ പറ്റും 1 മില്ലിമീറ്റർ ഉള്ള സ്കെയിൽ യൂസ് ചെയ്തായിരിക്കും ഏറ്റവും കുറവായിട്ടുള്ള എറർ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ വെർനിയർ കാലിബർ, സ്ക്രൂ ഗേജ് ഇങ്ങനെയുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ആക്യുറേറ്റ് വാല്യൂസ് കിട്ടാം. മീൻസ് സ്മോൾ ഓർ തിക്നെസ് ഒക്കെ വളരെ കുറവുള്ള ഒബ്ജക്ട്സിൻ്റെ തിക്നെസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രൂ ഗേജും വെർനിയർ കാലിബറൊക്കെ യൂസ് ചെയ്യുന്നത്. വെർനിയർ കാലിബറിന് ലിസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്ററും സ്ക്രൂ ഗേജിന് 0.001 സെൻറ്റിമീറ്ററുമാണ് ലീസ്റ്റ് കൗണ്ട്. സോ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്താൽ നമുക്ക് എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ലീസ്റ്റ് കൗണ്ടും ചിലപ്പോൾ എറേഴ്സ് ഉണ്ടാക്കാം. സോ നമുക്ക് ഈ ലീസ്റ്റ് കൗണ്ട് എററൊക്കെ അല്ലെങ്കിൽ ഏത് എററാണെങ്കിലും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ മെഷർമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മെഷർമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണം. ദെൻ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന അതിൻ്റെ ആക്ച്വൽ വാല്യൂവിന് ക്ലോസ് ആയിരിക്കും. സപ്പോസ് നമുക്ക്
n മെഷർമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ A1, A2, A3, A4 എക്സെട്ര ടു AN എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ എല്ലാം അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നു. മീൻ നമുക്കറിയാം സം ഡിവൈഡ് ബൈ ടോട്ടൽ ഒബ്സർവേഷൻസ്, അതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ട്രൂ വാല്യൂ എന്നും വിളിക്കുന്നു. then arithmetic mean equal to A1 plus A2 plus A3 plus etc plus AN divided by N ആണ്, or is equal to sigma I equal to 1 to N AI by N ആണ്. ഐയുടെ വാല്യൂ 1 to N മാറും. നെക്സ്റ്റ് വൺ ഈസ് absolute error. It is the magnitude of difference between true value and the individual measurement of quantity. നമ്മൾ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് അബ്സല്യൂട്ട് എറർ മോഡ് ഡെൽറ്റ എ ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ, അതാണ് അബ്സല്യൂട്ട് എറർ. ഇനി ഈ അബ്സല്യൂട്ട് എറർ നമ്മൾ മോഡാണ് എടുക്കുന്നത്, മീൻസ് അതിൻ്റെ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരും. ദാറ്റ് ഈസ് ഡെൽറ്റ A1 ഈക്വൽ ടു A1 മൈനസ് എ മീൻ, ഡെൽറ്റ A2 ഈക്വൽ ടു A2 minus A mean, etc. Delta AN minus 1 equal to AN minus 1 minus A mean വരും, or delta AN equal to AN minus A mean ആണ്. ഇതാണ് അബ്സല്യൂട്ട് എറർ ഓർ ഇൻഡിവിജ്വലിനെ നമ്മൾ കാണുന്നത്. ഇനി അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞിരുന്നു. ഇനി മീൻ അബ്സല്യൂട്ട് എറർ ആണ് കാണുന്നത്. It is the arithmetic mean of all absolute errors ആണ്. Then delta A mean equal to delta A1 plus delta A2 plus delta A3 plus etc plus delta AN divided by N എന്ന് കിട്ടും. അടുത്തത് എന്ന് പറയുന്നത് റിലേറ്റീവ് എറർ ആണ്. റിലേറ്റീവ് എറർ ഈസ് ദ ratio of mean absolute error delta A mean to the mean value, that is A mean of the quantity measured. അതിനെ നമ്മൾ റിലേറ്റീവ് എറർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റീവ് എറർ ഈക്വൽ ടു ഡെൽറ്റ A mean by A mean ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് പെർസെൻറ്റേജ് എറർ. റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഈസ് നോൺ ആസ് പെർസെൻറ്റേജ് എറർ. That is percentage error equal to delta A mean by A mean into 100%. അതായിരിക്കും പെർസെൻറ്റേജ് എറർ. ഓക്കെ, നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് എറേഴ്സ് കണ്ടു. ഇതെല്ലാം വെച്ച് നമുക്ക് ആക്യുറേറ്റ് വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ട്രൂ വാല്യൂ കണ്ടു, ദെൻ അബ്സല്യൂട്ട് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ ആൻഡ് പെർസെൻറ്റേജ് എറർ. ഇത്രയുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്.